സെമിത്തേരിയിൽ നിന്ന് ജി ശ്രീജിത്തും ചേരുന്നു. ശ്രീജിത്ത്, സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം കെ എം മാണിയുടെ ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞുവോ? ഗാർഡ് ഓഫ് ഓണർ അല്പസമയത്തിനുള്ളിൽ തന്നെയാകുമോ നടക്കുക? അപർണ, സെമിത്തേരിയിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നു. പള്ളിയിൽ നിന്നുള്ള വിലാപയാത്ര ഈ സെമിത്തേരിയിലേക്ക് വന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. തൊട്ടടുത്ത് തന്നെയാണ്, ഒരു റോഡിൻ്റെ അകലം ഉണ്ടെങ്കിൽ പോലും തൊട്ടടുത്ത തന്നെയാണ് ഈ സെമിത്തേരി ഉള്ളത്. അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള നിരവധി പ്രമുഖർ ഇവിടെ ഈ അന്തിമ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ കാത്തു നിൽപ്പുണ്ട്. മുൻമന്ത്രി കെ സി ജോസഫ്, കേരള കോൺഗ്രസിൻ്റെ വിവിധ MLA മാർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. സുരേഷ് കുറുപ്പ് MLA, കോട്ടയത്തെ ഇടത് സ്ഥാനാർത്ഥി VN വാസവൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, അനൂപ് ജേക്കബ്, അങ്ങനെ പ്രമുഖരായ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ ഈ അന്തിമോപചാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വിലാപയാത്ര ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിരവധി പേർ ഇതിനകം തന്നെ ഈ സെമിത്തേരിയിൽ തടിച്ചുകൂടിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ബന്ധുക്കൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് മാത്രമേ ഇവിടെ പങ്കെടുക്കാൻ കഴിയൂ, അതായത് ഈ ഒരു സംസ്കാര ചടങ്ങിൽ നേരിട്ട് കല്ലറയ്ക്ക് സമീപം എത്താൻ കഴിയൂ എന്നുള്ള ഒരു നിയന്ത്രണം കൂടി വരുത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. മകൻ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവരാണ്, റോഷി അഗസ്റ്റിൻ MLA ഉൾപ്പെടെയുള്ളവരാണ് ഈ ഒരു ഇവിടേക്ക് ഈ മൃതദേഹം ഏന്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാകും. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ അന്തിമ അഭിവാദ്യം ഇവിടെ വെച്ചാണ് ഇനി നൽകുക. നേരത്തെ വീട്ടിൽ വെച്ച് ആദ്യ ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു. ഇനി ഇവിടെ ആ ഒരു ചടങ്ങ് കൂടി, സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി കൂടി ഇവിടെ വെച്ച് നൽകുന്നുണ്ടാകും. എന്തായാലും ഇനി നിമിഷങ്ങൾ മാത്രമാണ് കെ എം മാണിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ബാക്കിയുള്ളത്. ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് ആ ചടങ്ങുകൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. കെ എം മാണി പള്ളി സെമിത്തേരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പാലയുടെ നിറഞ്ഞ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് കെ എം മാണി വിടവാങ്ങുകയാണ്. രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു വലിയ മുഖം തന്നെ ഇവിടെ കാണാൻ സാധിക്കാം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ, മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളൊക്കെ തന്നെയും മാണിക്ക് വിട നൽകുന്നതിന് വേണ്ടി എത്തുന്നു. വൈദിക ശ്രേഷ്ഠർ, മലങ്കര സഭയുടെ കർദിനാളായ ബസേലിയസ് ക്ലിമീസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുന്നത്. വിവിധ സഭാധ്യക്ഷന്മാർ, ലത്തീൻ അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ M. സൂസപാക്യം അടക്കമുള്ളവർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. വിവിധ സീറോ മലബാർ സഭയുടെ വിവിധ രൂപതാധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. കർദിനാൾ ജോർജ് ആലഞ്ചേരി ആയിരുന്നു ഒരുപക്ഷെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം കേരളത്തിലില്ലാത്തതിനാൽ, അദ്ദേഹം വിദേശത്തായതിനാലാണ് ഇത്തരത്തിൽ മറ്റൊരു കർദിനാൾ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഒരുപക്ഷെ പള്ളി അങ്കണം ഏതാണ്ട് പൂർണ്ണമായും നിറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ഇവിടെയും ഈ സെമിത്തേരിയിലേക്കും ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. കെ എം മാണിക്ക് സ്നേഹത്തോടെ വിട നൽകുകയാണ്. പാലയും കേരളവുമൊക്കെ വലിയ ജനസഞ്ചയം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസിൻ്റെ വലിയ നിയന്ത്രണങ്ങളുണ്ട്. പള്ളി അധികാരികൾ മറ്റും ഇവിടെ നിയന്ത്രണങ്ങളും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടേക്ക് മൃതദേഹം ഈ സെമിത്തേരിക്കുള്ളിലെ കപ്പേളയിലേക്ക് മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നു. ജോസ് കെ മാണി, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ ഈ മൃതശരീരം ഇവിടേക്ക് എത്തിച്ച് ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയ മഞ്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി അന്തിമ ശുശ്രൂഷയുടെ ഭാഗമായുള്ള ചടങ്ങുകൾ ബാക്കിയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അധിക സമയം ശുശ്രൂഷ ചടങ്ങുകൾ ഇനിയില്ല. ഇനിയുള്ളത് പോലീസിൻ്റെ അന്തിമാഭിവാദ്യം നൽകുന്ന ചടങ്ങ് ഉണ്ടാകും. അതിനുശേഷം ഈ ഒരു ചടങ്ങുകൾ പൂർത്തിയാക്കി ഈ കല്ലറയിൽ നിത്യ വിശ്രമത്തിനായി കെ എം മാണി മടങ്ങുകയാണ്. എന്തായാലും വൈകാരികമായ രംഗങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കെ എം മാണിയും പാലയും തമ്മിലുള്ള ബന്ധം, കെ എം മാണിയും ഇവിടെയുള്ള ഓരോ
വ്യക്തികളുമായുള്ള ബന്ധം അതൊക്കെ വളരെ വലുതാണ്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാമുദായിക സംഘടനാ നേതാക്കൾ, വിവിധ സഭകളുടെ മേലധ്യക്ഷന്മാർ, അങ്ങനെ വലിയൊരു പൗരോഹിത്യ നേതൃത്വം തന്നെ ഇവിടെ ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രീയ കേരളത്തിന്റെ വലിയൊരു മുഖം തന്നെ കാണാം. വലിയ ഒരു ജന ബാഹുല്യം തന്നെ ഇവിടെയുണ്ട്. നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു സെമിത്തേരി പരിസരം. പാലാ സെന്റ് തോമസ് കത്തീഡ്രലിന്റെ സെമിത്തേരിയിൽ ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഏതാണ്ട് ഇനി നിമിഷ നേരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ചടങ്ങുകൾ പാലാ രൂപത ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെയുള്ള മതപരമായ ചടങ്ങുകൾ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ആ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം പിന്നീട് പോലീസിൻ്റെ അന്തിമാഭിവാദ്യ ചടങ്ങ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എന്തായാലും ഏറെ വൈകാരികമായ നിമിഷങ്ങൾ. KM മാണി യാത്രയാകുകയാണ്. KM മാണി അവസാനമായി വിട ചൊല്ലുകയാണ്. ഇവിടെയും ഒരു പ്രാർത്ഥനാ